ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നപ്പോൾ ഞാൻ കൊച്ചിയിലാണ് കേട്ടോ. ഇന്നത്തെ വിശേഷം മാളുവിൻ്റെ 7th മന്ത് പ്രഗ്നൻസിയുടെ 7 മന്ത് സെറമണി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ 9th മന്താണ് ഇപ്പോൾ റണ്ണിങ്. അപ്പോൾ 9th മന്തിന് മാളുവിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു ചടങ്ങുണ്ട്, 9ാം മാസം കാണാൻ വരുന്ന ചടങ്ങ്. അപ്പോൾ ആ ഒരു ഡേ ആണ് ഇന്ന്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. മാളു അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോയി നോക്കാം. മീനു ആണ് മാളുവിനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ് മീനു ഒന്ന് ഹായ് പറയും. അമ്മി എന്തെടുക്കുക? അമ്മി കളിക്കുവാണ്. ഓക്കെ. എൻ്റെ കാർക്കൂന്തൽ കുറച്ച് കഴിയുമ്പോൾ നേരെ മീനു ഫേസ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് മീനു റെഡിയാവാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഹെയർ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. ആക്ച്വലി നല്ല ഭംഗിയിലാണ് എനിക്കിഷ്ടപ്പെട്ടു മീനു ഒരുക്കിയിട്ട്. അവൾക്ക് അത്യാവശ്യം മേക്കപ്പിനെ കുറിച്ചൊക്കെ വല്ല ധാരണയുണ്ട്, അവൾക്ക് ഇഷ്ടമാണ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അവളുടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് മേക്കപ്പിൻ്റെ. അപ്പോൾ ഞാനും അതൊക്കെ വെച്ച് കുറച്ച് ഒരു ചെറിയ താജ്മഹൽ എൻ്റെ മുഖത്ത് പണിതിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എൻ്റെ മുഖത്ത് വൃത്തി കാണാൻ മനസ്സിലാവും. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി താഴേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ലഞ്ചിന് ഫുഡ് ഓർഡർ ചെയ്തേക്കുമായിരുന്നു. ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഐസ്ക്രീമും ആയിരുന്നു. പിന്നെ വെജ് വേണ്ടവർക്ക് വെജ് ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് ജിത്തുവിനും മാളിനും കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞു. വരൂ, ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സ്കിൽസ് നിങ്ങളെ കാണിച്ചു തരാം. എന്തൊക്കെ കഷ്ടപ്പാടാണെന്ന് നോക്കിയ ജിത്തുവിന്. ഗസ്റ്റൊക്കെ പോയതിന് ശേഷം നമ്മളിത് പെട്ടി പൊട്ടിച്ചു. എല്ലാം അടിപൊളി ഐറ്റംസ് ആയിരുന്നു കേട്ടോ. കൊള്ളാമോ? ഇത്രയും സ്വീറ്റ്സാണ് മാളുവിന് അവർ കൊണ്ടുവന്നത്. ആ മഞ്ഞ ജിലേബി ആയിരുന്നു കേട്ടോ ഷോ സ്റ്റോപ്പർ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഞ്ഞു മഞ്ഞ ജിലേബിയില്ലേ, അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഇന്നത്തെ പരിപാടികൾ തീർന്നു ചോദിച്ചാൽ അവരൊക്കെ വന്നിട്ട് പോയി. പിന്നെ നമ്മൾ സ്വീറ്റ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞു. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. ഇപ്പോൾ 6 മണിയായി വൈകിട്ട്. ഇനി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് മാളുവിൻ്റെ. മാളു 9th മന്തൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഷോപ്പിംഗ് പെൻഡിങ് ഉണ്ട്. അത് ഞാനും കൂടെ വരുന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാള് പെൻഡിങ് വെച്ചതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. സമയമില്ല, ഇനി സമയമില്ല അധികം. എനിക്കിനി കൊല്ലത്തുനിന്ന് എപ്പോൾ വരാൻ പറ്റുമെന്നുള്ളത് എനിക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് വിചാരിച്ചു ഇപ്പം ഈ വരവിന് തന്നെ നടക്കട്ടെ എന്ന്. അപ്പം ഇന്ന് തന്നെ പോയിട്ട് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. നാളെ രാവിലെ എനിക്ക് തിരിച്ചു പോകേണ്ടതുകൊണ്ട് ഇന്ന് നമ്മളിപ്പോൾ തന്നെ പോവുകയാണ്. ഞാനും അമ്മയും അച്ഛനും അമ്മിവാറും മാളുമായിട്ട്. അപ്പം നമ്മൾ പോകാൻ പോവാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ക്രൈ ബൈപ്പാസിലുള്ള ഫസ്റ്റ് ക്രൈയിൽ പോയി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും പോയി നോക്കട്ടെ. അമ്മി ഭയങ്കര ബാഡ് മൂഡിലാണ്. അമ്മയ്ക്ക് ഇപ്പോൾ ഷോപ്പിങ്ങിനുള്ള ഒരു മൈൻഡില്ലത്ര. അമ്മയ്ക്ക് വരണ്ടെന്ന് പറഞ്ഞ് കരയുവാണ് അമ്മ. എന്താ നമുക്കെന്നാൽ കാറിൽ പോവാം, ടാറ്റ പോവാം. വേണ്ട, പക്ഷേ നമുക്ക് പോയല്ലേ പറ്റൂ. നമുക്ക് മാളുവിൻ്റെ ബേബിക്ക് സാധനങ്ങൾ വാങ്ങിക്കണ്ടേ. അമ്മയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ ഒപ്പം വരാൻ. അവൾക്ക് അപ്പാടെ കൂടി ഇരുന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല കൊണ്ടുപോകാൻ. കാരണം ഒന്നാമത്തെ കാര്യം നല്ല മഴക്കോളുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്കൊരു പനിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരുപാട് സമയം എന്നെ കണ്ടില്ലെങ്കിൽ വാശി പിടിച്ചാലോ എന്ന് കരുതിയിട്ടാണ് കണ്ണേട്ടൻ കൂടെ പറഞ്ഞു വിട്ടത്.
പിന്നെ അമ്മയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അറിയാമല്ലോ, ഇപ്പം ഈ ഒരു ടോഡ്ലർ സ്റ്റേജിൽ ഇച്ചിരി പാടാണ്. അപ്പം എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല അടിപൊളി മഴയും അതിലും അടിപൊളി ബ്ലോക്കുമായിരുന്നു. ബൈപ്പാസ് കംപ്ലീറ്റ് ട്രാഫിക് ജാമായിരുന്നു. എല്ലാ ഊടുവഴികളും ട്രാഫിക് ജാമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു തരത്തിൽ ഫസ്റ്റ് എത്തി. ഇവിടെ വാ, വേറെ നോക്കണ്ട, ഒക്കെ ചേട്ടന്മാരുടെ ഇരിപ്പ. അത് വലുതാണ് അമ്മി, വലുതാണ്. ഇങ്ങോട്ട് അന്നേക്ക് അമ്മി വാ. ഞങ്ങള് മേളിപ്പോളൂ. എവിടെ പോവാ മീ? പോവാം, പോവാം. ഇരുന്നോ? ഞങ്ങൾ പോവാ. ബൈ. പതിയെ പതിയെ അമ്മയുടെ മൂടി ചേഞ്ചായി തുടങ്ങി. അപ്പോൾ പിന്നെ ഭയങ്കര വാശിയും കരച്ചിലൊക്കെ. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ പൊക്കിയെടുത്ത് കാറിൽ കൊണ്ടിട്ടു. കാറിൽ കിടന്ന് ഭയങ്കര അക്രമമായിരുന്നു. എന്ത് പറ്റി? മുഖത്തൊക്കെ ഉണ്ടല്ലോ, മുഖത്തൊക്കെ ഉണ്ടല്ലോ. എന്ത് പറ്റി? കയ്യിലുണ്ടോ അത്? കയ്യിലുണ്ടോ? ഇത് ഇവിടെയൊക്കെ നോക്കിക്കേ. ഇവിടെ നോക്കി, ഇവിടെ ഉണ്ടല്ലോ. നല്ലതല്ലേ മോളെ? തൂത്തുകള. അങ്ങനെ കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്നതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഡെഡ് ടയേർഡാണ്. എല്ലാവർക്കും കിടന്നാൽ മതി. ഇന്നത്തെ ഒരു ദിവസം എത്ര പെട്ടെന്ന് പോയെന്ന് പോലും അറിയാൻ പാടില്ല. അപ്പോൾ നാളെ രാവിലെ തന്നെ നമുക്ക് തിരിച്ച് കൊല്ലത്തേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അമ്മിയൊക്കെ കിടത്ത് ഉറക്കിയിട്ട് രാവിലെ എണീറ്റ് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.